തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം. ഈ ഇടവഴിയേ വരണമെന്നവളുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്തു സുഖം, ഭ്രാന്തായാൽ എന്തു സുഖം. സകറാത്തുൽ മൗത്ത് എന്തു രസം, ഭ്രാന്തായാൽ എന്തു സുഖം. സകറാത്തുൽ മൗത്ത് എന്തു രസം. എന്താ സകറാത്തുൽ മൗത്ത് എന്നറിയാം? ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അല്ലെ, മരിക്കാനുള്ള സമയത്തിനെയാണ് നമ്മൾ സക്രാത്തുൽ മൗത്ത് എന്ന് പറയാം. അവിടെ എത്തുമ്പോ ഒരു സുഖം തോന്നണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചേ പോകും അല്ലെ. കുറെ ചെയ്യാനുണ്ടെന്ന് വെച്ച് പോകരുത്. സക്രാത്തുൽ മൗത്ത് എത്തുമ്പോ എല്ലാം ചെയ്തു, ഞാൻ നല്ലത് മാത്രമേ ചെയ്തു എന്നുള്ള നന്മയോടുകൂടി നമുക്ക് മരണത്തെ പുൽകാൻ പറ്റണം. അതാണ് സക്രാത്തുൽ മൗത്ത് എന്നുള്ള സംഭവം. അവിടെ എത്തുമ്പോ നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ടെന്ന് ബാക്കി വെക്കാതെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു വെച്ച് കൊണ്ടുവേണം നമുക്ക് അങ്ങോട്ട് കിടക്കാൻ. ഭ്രാന്ത് എന്ന് പറയുന്നത് എന്താ? എല്ലാ ഭ്രാന്തും ഉണ്ടാകട്ടെ. ചിത്രകലയുടെയും പാട്ടിന്റെയും നൃത്തത്തിന്റെയും ഒക്കെ ചെറിയ ചെറിയ ഭ്രാന്തുകളില്ലാത്തവരാരുമില്ല. ഭ്രാന്തായാൽ നല്ല സുഖമാണ് അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.